വലിയൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ കൂടെ വളരെ ഹെൽത്തിയർ ആയിട്ടുള്ള കുറച്ച് ശീലങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ ലക്ഷ്യം എത്രത്തോളം വലുതാവുന്നോ അത്രയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ശീലങ്ങളായിരിക്കും. ലെറ്റ്സ് ടോക്ക് അബൌട്ട് നമുക്ക് വളരെ ഹെൽത്തിയർ ആയിട്ടുള്ള കുറച്ച് ശീലങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് ഇൻ ദിസ് ഹാബിറ്റ് സീരീസ്. വെൽക്കം ടു ഡോപ്പ ഹാബിറ്റ് സീരീസ്. ലെറ്റ്സ് ഡിസ്കസ് ഇന്ന് ഹാബിറ്റുകളുടെ രാജാവായിട്ടുള്ള കൺസിസ്റ്റൻസിനെ പറ്റി തന്നെ ചിന്തിക്കാം. നമുക്കറിയാം ലക്ഷ്യം വലുതാണെങ്കിൽ കീ ആരാണ്? കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്നുള്ള കാര്യം നമ്മൾ കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ആൻഡ് നമ്മളുടെ ലക്ഷ്യങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഏറ്റവും വലിയ സംഗതി എന്തായിരിക്കും എന്നുള്ളത് കൺസിസ്റ്റൻസി കൊണ്ടുവരണം. ഐ ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് ഇൻ ദിസ് തിങ്, ദെൻ ഓൺലി ഐ ക്യാൻ വിൻ എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരുന്നുണ്ടാവും. സോ ആ വിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൺസിസ്റ്റൻസി എന്നുള്ള കാര്യം നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ കുറേ അധികം മിത്തുകളും ചില തെറ്റിദ്ധാരണകളും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. സോ ആ മിത്തുകളിലെ ഓരോ മിത്തുകളെയും എടുത്തിട്ട് പതുക്കെ ബ്രേക്ക് ചെയ്ത് നോക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വിചാരിക്കുന്നുണ്ടാവുക. അതിലെ ഫസ്റ്റത്തെ കാര്യമാണ് ഇവിടെ ഇരിക്കുന്ന ഈ സാധനം. ദിസ് ഈസ് ലൈക്ക് ആക്ഷൻ ഓവർ മോട്ടിവേഷൻ എന്ന് പറയുന്നുണ്ടാവും. ലൈക്ക് വാട്ട് ഈസ് ദിസ് വീഡിയോ? ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ചെയ്യുന്ന കാര്യം അടക്കം ഇറ്റ് ഈസ് ലൈക്ക് മോട്ടിവേറ്റിംഗ് യു. ഇത് കൺസിസ്റ്റൻസി ആവുമോ? ഇല്ല. നിങ്ങൾ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ തുറന്നു നോക്കിയാൽ 30 സെക്കൻഡിൻ്റെയോ 50 സെക്കൻഡിൻ്റെയോ 1 മിനിറ്റിൻ്റെയോ ഒക്കെ പല വീഡിയോസ് കാണാൻ വേണ്ടി പറ്റും. എല്ലാവരും പറയും കൺസിസ്റ്റൻസി ഈസ് ദ കീ, കൺസിസ്റ്റൻസി ഈസ് ദ കീ. ബട്ട് റിമെമ്പർ ദിസ് തിങ്, ദിസ് ഈസ് നോട്ട് കൺസിസ്റ്റൻസി. ഇത് ചുമ്മാ മോട്ടിവേഷൻ മാത്രമാണ്. ഈ മോട്ടിവേഷൻ കൊണ്ട് നമുക്ക് കൺസിസ്റ്റൻസി വരുമോ? ഒരിക്കലും ഇല്ല. വി ഹാവ് ടു ബിൽഡ് ദിസ് ആക്ഷൻസ്. ഓരോരോ ആക്ഷനുകൾ, ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പോകണം. നമ്മൾ ചെയ്യാനുള്ള പണി എന്താണോ അത് നമ്മൾ ആദ്യം ചെയ്യുക, അത് വീണ്ടും ചെയ്യുക, അത് വീണ്ടും ചെയ്യുക, അടുത്ത ദിവസവും ചെയ്യുക. അങ്ങനെ ഓരോ ദിവസവും വർക്കെടുത്ത് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പറയാറുള്ളത്. പണ്ടൊക്കെ പറയുമായിരുന്നു, ഒരു സയൻസ് എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഒരു 21 ഡേയ്സ് മതിയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 ആഴ്ച ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സാധനം നമ്മുടെ ശീലത്തിലേക്ക്, നമ്മുടെ കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ള രൂപത്തിൽ പറയായിരുന്നു. ബട്ട് യു ഹാവ് ടു നോ ദിസ് ഈസ് എ റോങ് തിങ്. 21 ഡേയ്സ് ഈസ് ഡെഫിനറ്റ്ലി എ ഗുഡ് സ്റ്റാർട്ട്. സപ്പോസ് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഒരു 21 ദിവസത്തേക്കൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും നല്ലൊരു തുടക്കത്തിലേക്ക് തന്നെ കൊണ്ടുപോകും എന്നുള്ളതാണ്. ബട്ട് നൗ സയൻസ് സേസ് ഇറ്റ് ഈസ് മോർ ദാൻ 60 ഡേയ്സ്. ഐ ക്യാൻ സിംപ്ലി ടെൽ 60+ ഡേയ്സ് എങ്കിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുവാണെങ്കിൽ മാത്രമാണ് അതൊരു നിലനിൽക്കുന്ന ഹാബിറ്റായിട്ട്, ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം. സോ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, യു ഹാവ് ടു നോ ദാറ്റ് തിങ്. ആക്ഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓവർ മോട്ടിവേഷൻ, കുറച്ചധികം മോട്ടിവേറ്റഡ് ആയിട്ട് നിന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. ഓരോരോ കാര്യങ്ങൾ ചെയ്തു നോക്കുക, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ ആക്ഷൻ കൊണ്ടുപോകേണ്ട പാറ്റേണോ ദാറ്റ് വിൽ ബി ഓൾസോ വെരി വെരി ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേയിൽ ദിസ് ഈസ് ഡേ 0, ജസ്റ്റ് ഇമാജിൻ ദിസ് ഈസ് ഡേ 0 ആണെന്ന് വിചാരിക്കുക. ഡേ 0 മുതൽ കുറേ അധികം ദിവസത്തിലേക്ക് നമ്മുടെ വർക്ക് നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുക. ഇറ്റ് വിൽ ബി ലൈക്ക് ലെറ്റ്സ് ബിൽഡ് ഇൻ ടു ഡേ 60. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഡേ 60 വരെ നമ്മൾ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുക. ഈ ഓരോ വർക്കുകളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വർക്കിൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു കാര്യം ചോദിക്കും. ചില ആൾക്കാർ പറയും ഡേ 0 നമ്മൾ ഇത്ര വർക്കാണ് ചെയ്തതെങ്കിൽ അടുത്ത ദിവസവും നമ്മൾ ഇത്ര തന്നെ വർക്ക് ചെയ്യണം, അടുത്ത ദിവസവും നമ്മൾ ഇത്ര വർക്ക് ചെയ്യണം, വർക്ക് ഇങ്ങനെ പോകണം. അപ്പോൾ അതായത് വർക്കിൻ്റെ റേറ്റ് എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഇങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്. സോ ദ വർക്ക് വിൽ ഗോ ലൈക്ക് ദിസ് തിങ്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വർക്ക് പോകണം എന്ന് പറയും ചില ആൾക്കാർ. ആൻഡ് മെജോറിറ്റി ഓഫ് അസ് ഇത് തന്നെയാണ് ചെയ്യാനും ട്രൈ ചെയ്യുന്നുണ്ടാവുക. എല്ലാ ദിവസവും ഒരുപോലെ തന്നെ വർക്ക് എടുക്കുക. ഇന്നലെ 6 മണിക്കൂർ വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നും 6 മണിക്കൂർ വർക്ക് എടുക്കണം, നാളെയും 6 മണിക്കൂർ വർക്ക് എടുക്കണം, അടുത്ത ദിവസം 6 മണിക്കൂർ വർക്ക് എടുക്കണം. ആ 6 hours എന്നുള്ളൊരു പാറ്റേൺ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പറയും. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും അതെങ്ങനെ ശരിയാവും? ഇന്നലെ 6 വർക്ക് എടുക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇന്ന് 6:30 ആക്കണ്ടേ, നാളെ 7 ആക്കണ്ടേ, അടുത്ത ദിവസം 7:30 ആക്കണ്ടേ, 8 ആക്കണ്ടേ, 8:30 ആക്കണ്ടേ എന്നുള്ള കാര്യം അവർ മനസ്സിൽ വിചാരിക്കുന്ന പാറ്റേൺ എങ്ങനെയാണെന്ന് അറിയോ? ദേ വിൽ ബി തിങ്കിങ് ഓഫ് എ നെക്സ്റ്റ് പാറ്റേൺ. സോ ഐ എം ജസ്റ്റ് ചൂസിങ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഈ 6 എല്ലാ ദിവസവും 6 എന്ന് പറയുന്ന ഈ പാറ്റേണെ ജസ്റ്റ് ടേക്കിംഗ് ദിസ് ആസ് ദ ഓപ്ഷൻ 1. ഇതൊരു ഓപ്ഷൻ 1 എന്നുള്ള രൂപത്തിൽ വെച്ചോ. ആൻഡ് ചില ആൾക്കാർ വിചാരിക്കുന്നത് ഒരു ദിവസം 6 ആണെങ്കിൽ അടുത്ത ദിവസം എന്താക്കണം, ഒരു 6:30 ആക്കണം, തൊട്ടടുത്ത ദിവസം അത് 7 ആക്കണം, 7:30 ആക്കണം, 8 ആക്കണം, 8:30 ആക്കണം, 9 ആക്കണം, 10 ആക്കണം. അതിങ്ങനെ ഗ്രാജുവലി കൂട്ടി കൊണ്ടുപോകേണ്ടത് എന്നുള്ള രൂപത്തിൽ ചോദിക്കും. വർക്ക് ഷുഡ് ബി ഇൻക്രീസിങ് ഡേ ബൈ ഡേ. ഓരോ ദിവസവും പോകുന്ന സമയത്ത് ഇങ്ങനെ വർക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകുന്നതിനല്ലേ കൺസിസ്റ്റൻസി എന്ന് ചോദിക്കും. ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് ഓപ്ഷൻ 2. നിങ്ങളുടെ തന്നെ മനസ്സിലുള്ള ഒരു രണ്ടാമത്തെ ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾ ഈ സാധനത്തിൽ എടുത്ത് വെച്ചോ. ചില ആൾക്കാർ പറയും ഇങ്ങനെ ലീനിയറായിട്ട് പതുക്കെ സ്ലോലി ഇമ്പ്രൂവ് ചെയ്താൽ മതിയോ എന്നുള്ള കാര്യം. പക്ഷേ മിക്കവാറും ആൾക്കാർ, ഐ ഹാവ് സീൻ ദാറ്റ് തിങ്, ഇങ്ങനെ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മതി, പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് പോയാലും മതി കൺസിസ്റ്റൻസി എന്നുള്ള കാര്യം. പക്ഷേ ചില ആൾക്കാരെങ്കിലും നിർബന്ധം പിടിക്കാറുണ്ട്, ഇങ്ങനെയൊന്നല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിലൊക്കെ കുറച്ച് പതുക്കെ ആയാലും കുഴപ്പമില്ല, 6 ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല,
കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് പതുക്കെ ഇങ്ങനെ പോയിട്ട് ഇതിങ്ങനെ ഗ്രാജുവലി കൊണ്ടുപോയിട്ട് ഒറ്റയടിക്ക് നമുക്കിതിൻ്റെ അളവിങ്ങനെ കൂട്ടിയെടുത്ത് മുകളിലേക്ക് പോകാൻ വേണ്ടി പറ്റണം എന്ന് പറയും. ലൈക്ക് ഇങ്ങനെ എക്സ്പോണൻ്റ് ആയിട്ട് നേരെ മുകളിലേക്ക് കയറി പോകാൻ വേണ്ടി പറ്റണം എന്ന് പറയും. സോ ദേ വിൽ ടേക്ക് ഇറ്റ് ആസ് ലൈക്ക് ഓപ്ഷൻ 3 എന്നുള്ള രൂപത്തിലേക്ക് എടുക്കാം. ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് ഓപ്ഷൻ 3. സോ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ, നമ്മളിതാ ഇപ്പോൾ ഇവിടെ ബോർഡിൽ വരച്ചിട്ടുള്ള 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏത് ഗ്രാഫാണ് റിയലി കൺസിസ്റ്റൻസി ആയിട്ട് വരിക എന്നുള്ള കാര്യങ്ങളാണ്. ഞാൻ ഈ ചോദ്യങ്ങൾ ഒരുപാട് പബ്ലിക് ഓഡിയൻസിനോട് ചോദിക്കാറുണ്ട്. ഈ ഓപ്ഷൻ 1 ആയിരിക്കും ഇതിനകത്ത് കൺസിസ്റ്റൻസി, അതോ ഈ ഓപ്ഷൻ 2 ആണോ കൺസിസ്റ്റൻസി, അതോ ഈ ഓപ്ഷൻ 3 ആണോ കൺസിസ്റ്റൻസി എന്നുള്ള കാര്യം സ്ഥിരമായിട്ട് ഞാൻ ആളുകളോട് ചോദിക്കാറുണ്ട്. ആളുകൾ പല ഉത്തരങ്ങളും പറയാറുണ്ട്. ചില ആൾക്കാർ പറയും ഇത് 3ഉം കൺസിസ്റ്റൻസി ആണ് എന്നുള്ള കാര്യവും പറയാറുണ്ട്. ബട്ട് നോ, ഫോർ മീ ദിസ് ഈസ് നോട്ട് കൺസിസ്റ്റൻസി. വൈ ദിസ് ഈസ് നോട്ട് കൺസിസ്റ്റൻസി? ബിക്കോസ് നമ്മളെല്ലാവരും ഹ്യൂമൻസ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ കാര്യം. വി ആർ നോട്ട് റോബോട്ട്സ്. നമ്മൾ ഒരിക്കലും റോബോട്ടല്ല. സപ്പോസ് ഇഫ് യു ആർ എ റോബോട്ട്, നിങ്ങൾ റോബോട്ട് ആയിരുന്നെങ്കിൽ ഈ പറയുന്ന പ്രോസസ്സുകളും നടക്കുമായിരുന്നു. ഇറ്റ് ഈസ് ലൈക്ക് എ പ്ലാൻഡ് ആയിട്ടുള്ള രൂപത്തിൽ പോകാൻ വേണ്ടി പറ്റും. ഒരു ദിവസം 6, അടുത്ത ദിവസം 6, അടുത്ത ദിവസം 6, അടുത്ത ദിവസം 6, അത് അങ്ങനെ തന്നെ പോകാൻ വേണ്ടി പറ്റും. ഒരു ദിവസം 6, അടുത്ത ദിവസം 6:30, 7, 7:30, 8, 8:30 അങ്ങനെ കയറ്റാൻ വേണ്ടി പറ്റും. ഒരു ദിവസം 4, 3 അങ്ങനെ ആയിരുന്ന സാധനങ്ങൾ പെട്ടെന്ന് ഒരു ദിവസത്തേക്ക് 10ലേക്ക് എക്സ്പോണൻറ്റ് ചെയ്യാനും പറ്റും. ആർക്കാണ് പറ്റുന്നുണ്ടാവുക? റോബോട്ടിനാണ് പറ്റുന്നുണ്ടാവുക. ബട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളെല്ലാവരും ഹ്യൂമൻസ് ആണ്. ഭയങ്കര സാധാരണ ജീവികളായിട്ടുള്ള ഹ്യൂമൻസ് ആണ്. വി ആർ നോട്ട് റോബോട്ട്സ് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഹ്യൂമൻസിന് ഇതിനകത്ത് ഏതാണ് പോസിബിൾ ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻസിന് ഇതിനകത്ത് ഒരൊറ്റ പാറ്റേൺ പോലും പോസിബിൾ ആക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ആൻഡ് ഹൗ നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ രീതികൾ, കാര്യങ്ങൾ ഒക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നുണ്ടാവുമെന്ന് അറിയോ? ഹ്യൂമൻ ഇമോഷൻസ് ആറിനെ ഡിഫറെൻറ്റ് പാറ്റേണിലാണ് പോകുന്നുണ്ടാവുക. ഹ്യൂമൻ ഇമോഷൻസ് ഡേ 1 അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയർ ഡേ 1 ഇവിടെയാണ് നിന്നതെങ്കിൽ ചിലപ്പോൾ ഡേ 2 അവിടെ തന്നെ നിൽക്കും. ചിലപ്പോൾ ഡേ 3 ഇറ്റ് വിൽ കം ഡൗൺ ഹിയർ. ഡേ 3 ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് പോകും. ഡേ 4 ദ ഇമോഷൻ വിൽ റീച്ച് ഹിയർ. നെക്സ്റ്റ് ഡേയിൽ ചിലപ്പോൾ ദ ഇമോഷൻ വിൽ റീച്ച് ഹിയർ. നെക്സ്റ്റ് ഡേയിൽ ദിസ് ഹിം വിൽ കം ഹിയർ. അടുത്തത് ഇവിടെ വരും, അടുത്തത് ഇവിടെ വരും. സോ ദിസ് ഗ്രാഫ് വിൽ ബി ഗോയിങ് ലൈക്ക് ഈ സാധനം നമ്മൾ ആദ്യം ഇങ്ങോട്ടേക്ക് പോയി, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന്, തൊട്ടടുത്ത ദിവസം നമുക്ക് നേരെ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് കയറിപ്പോയി, അവിടെ നേരെ ഇങ്ങോട്ടേക്ക് വന്ന്, നേരെ ഇങ്ങോട്ടേക്ക് പോയി, നേരെ ഇങ്ങോട്ടേക്ക് പോയി, അങ്ങനെ ഒരു വിയേർഡ് ആയിട്ടുള്ള പാറ്റേണിലൂടെ ആയിരിക്കും നമുക്ക് പോകുന്നുണ്ടാവുക. ഇറ്റ് വിൽ ബി എക്സാക്ട്ലി ലുക്കിംഗ് ലൈക്ക് നമ്മളുടെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒക്കെ ഒരു ഗ്രാഫ് പോകുന്ന പോലെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ഇറ്റ് വിൽ ബി ഗോയിങ് അപ്സ് ഡൗൺ 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 അപ്സ് ഡൗൺ. ഇങ്ങനെയാണ് നമ്മളുടെ ഗ്രാഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഗ്രാഫിൽ നമ്മൾ ഇതിനകത്ത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ എല്ലാ ദിവസവും ഒരുപോലെ പോകുന്ന ഈ ഓപ്ഷൻ 1നെയോ, അല്ലെങ്കിൽ ഇങ്ങനെ കയറി ഇമ്പ്രൂവ് ചെയ്ത് പോകുന്ന ഓപ്ഷൻ 2നെയോ, അല്ലെങ്കിൽ താഴെ പോയി പെട്ടെന്ന് മുന്നോട്ട് പോകുന്ന ഓപ്ഷൻ 3നെയോ നമ്മൾ സ്വപ്നം കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദിസ് വിൽ ബി എ ഫൂളിഷ്നെസ്. സോ സാധാരണ മനുഷ്യന്മാരായിട്ടുള്ള നമ്മൾ എപ്പോഴും സ്വപ്നം കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അറ്റ്ലീസ്റ്റ് മിനിമം നമ്മുടെ ലൈഫ് ഒരു അപ്സ് ആൻഡ് ഡൗൺസ് എങ്കിലും എപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണെന്നുള്ള രൂപത്തിൽ വിചാരിക്കുക. ചില ദിവസങ്ങളിൽ നല്ലവണ്ണം വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക, ചില ദിവസങ്ങളിൽ വർക്ക് താഴേക്ക് പോകും, ചിലപ്പോൾ മേളിലേക്ക് വരും. ഇതിന് കൃത്യമായിട്ടൊരു ഇൻ്റർവെല്ലിൽ മേളിലേക്ക് പോകാൻ താഴേക്ക് പോകാൻ തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇല്ല, ചിലപ്പോൾ ജസ്റ്റ് മേളിലേക്ക് പോയ സാധനം വളരെ താഴേക്ക് പോകാനും പതുക്കെ മേളിലേക്ക് പോകാനും കുറച്ചധികം കാലം ഇങ്ങനെ നിൽക്കാനും അങ്ങനെ പോയിട്ട് നമ്മളുടെ ബോഡിയിൽ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിനും പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഒന്നും ഇല്ലാതെയായിരിക്കും പോകുന്നുണ്ടാവുക. സോ ആക്ച്വലി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മളുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനമില്ലേ, ഈ കൺസിസ്റ്റൻസി ശരിക്കും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ലുക്കിംഗ് ദിസ് പാറ്റേൺ. ഇറ്റ് വിൽ നോട്ട് ഹാവ് എ പ്രോപ്പർ ഷേപ്പ്. അതിനൊരു പ്രോപ്പർ ഷേപ്പ് ഉണ്ടാവില്ല. ആൻഡ് വേർ വി വിൽ ക്വിറ്റ് യൂഷ്വലി നമ്മളുടെ ജീവിതത്തിൽ ഇതാണ് നമ്മളുടെ ഒറിജിനൽ കൺസിസ്റ്റൻസി എന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ ഇതിനകത്ത് ഏത് പോയിന്റിലാണ് നമ്മൾ കൺസിസ്റ്റൻസി നോക്കുക. സോ ദിസ് ഈസ് സപ്പോസ് നമ്മുടെ ഡേ 0 ഇവിടെയാണെങ്കിൽ വി ആർ സ്റ്റാർട്ടിങ് ഹിയർ. നമ്മൾ ഒരു ദിവസം മുന്നോട്ട് പോയി, ഫസ്റ്റ് ഡേ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നല്ലോണം പണിയെടുത്തു. വി വിൽ ബി സോ ഹാപ്പി. നല്ല രൂപത്തിൽ നമുക്ക് നല്ല ചിരിച്ച് നിൽക്കാൻ വേണ്ടി പറ്റും. ഇന്നത്തെ ദിവസം ഞാൻ കൊള്ളാം എന്നുള്ള രൂപത്തിൽ വിചാരിക്കും. അടുത്ത ദിവസം താഴേക്ക് വരുമ്പോഴോ സംടൈംസ് വി മേ ബി ഗെറ്റിംഗ് ഭയങ്കര മ്യൂട്ടഡ് ആയിട്ട് മാറുന്നുണ്ടാവും. തൊട്ടടുത്ത ദിവസം ഹൈ ആകുമ്പോൾ വീണ്ടും ഹാപ്പി ആയി മാറുന്നുണ്ടാവും. പക്ഷേ ഈ ഹാപ്പിനെസ്സിൻ്റെ അവസാനം ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി മേ ബി ഗോയിങ് ഫോർ വെരി ലോ സാഡ്നെസ്സിലേക്ക് പോകും. സംപടി നമുക്ക് ചിലപ്പോൾ കരയാനൊക്കെ തോന്നുന്നുണ്ടാവും. സോ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, യൂഷ്വലി ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് ബ്രേക്ക് ഡൗൺ, നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നതിലുള്ള ഏറ്റവും ആദ്യത്തെ പോയിന്റ് ഓഫ് ബ്രേക്ക് ഡൗൺ വിൽ ബി ദിസ് പോയിന്റ്. ഈ പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മുന്നോട്ട് പോകണം നിർബന്ധമില്ല. ഈ ഒരു പോയിന്റ് എത്തിയതോട് കൂടിയിട്ട് നമ്മൾ മേ ബി തിങ്കിങ് ലൈക്ക് വി ആർ ലോസ്റ്റ് നമ്മുടെ കൺസിസ്റ്റൻസി എന്നുള്ള രൂപത്തിലേക്ക് വിചാരിക്കും. നമ്മുടെ കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടു പോയി, ഇനി ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഞാൻ ഇനി എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രൂപത്തിലാവാനും, ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്കുള്ള സമയത്ത് നമുക്ക് വലിയൊരു ഗ്യാപ്പ് സംഭവിക്കാനുള്ള വലിയ പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. സപ്പോസ് ഇഫ് യു ഡോണ്ട് നോ ദിസ് തിങ്,
ഇഫ് യു നോ ദാറ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ സാഡ്നെസ് വരുന്നതും നമ്മളുടെ വർക്ക് ഇങ്ങനെ കുറഞ്ഞു പോകുന്നതൊക്കെ ഭയങ്കര നോർമലാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? യു ഓട്ടോമാറ്റിക്കലി ഇറ്റ് ബിൽഡ്സ് അപ്പ് ആൻഡ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഓക്കെ ആയിട്ട് പോകാൻ വേണ്ടി പറ്റും. ആൻഡ് ലെറ്റ് മീ ആസ്ക് യു, നമ്മളിങ്ങനെ ഓരോ ദിവസത്തെ വർക്ക് കഴിഞ്ഞതിനനുസരിച്ചിട്ട് ചില ദിവസങ്ങളിൽ ഇതുപോലെ നമ്മൾ നോക്കുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ ഇതുപോലെ ഒരു സന്തോഷം കൊണ്ടുവരിക, പഠിക്കുന്നതനുസരിച്ച് ഒരു സന്തോഷം ബിൽഡ് ചെയ്ത് നിൽക്കുക. ചില ദിവസങ്ങളിൽ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഫേസ് കൊണ്ടുവരിക, ചില ദിവസങ്ങളിൽ വീണ്ടും സന്തോഷം വരിക, ചില ദിവസങ്ങളിൽ വീണ്ടും കരച്ചിൽ വരിക, ചില ദിവസങ്ങളിൽ വീണ്ടും സന്തോഷം കൊണ്ടുവരിക പോലെ ഇങ്ങനെ ഇമോഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് നല്ലതാവോ മോശമാവോ എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായം എന്താ? ഐ വിൽ ടെൽ ലൈക്ക് ഇറ്റ് ഈസ് വെരി വെരി റോങ്. ഒരിക്കൽ പോലും നമ്മളൊരു ഇമോഷണൽ ബീയിങ്സ് ആവരുത്. യുനോ അഗെയിൻ നമ്മൾ റോബോട്ടല്ല, മനുഷ്യനാണ്. വി ഓൾറെഡി ഹാവ് ഇമോഷൻസ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇമോഷൻസ്, ഹാപ്പിനെസ് ഉണ്ട്, സാഡ്നെസ് ഉണ്ട്, ആങ്കർ, ഫ്രസ്ട്രേഷൻ, എല്ലാ ഇമോഷൻസും ഉണ്ട്. ബട്ട് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ കൺസിസ്റ്റൻറ്റ് തിങ് ഓവർ യുവർ വർക്ക്, നിങ്ങളുടെ വർക്കിൻ്റെ പുറത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു കാരണവശാലും ഇമോഷൻസ് കൊണ്ടുവരാതിരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇമോഷൻസ് ഇല്ലാത്ത രൂപത്തിൽ തന്നെ പോകാൻ വേണ്ടി നോക്കുക എന്നുള്ളത്. കീപ് ദാറ്റ് വർക്ക് എന്നുള്ള രൂപത്തിലേക്ക് കാര്യം ഉണ്ടാവുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ദർ ഈസ് സംതിങ് കോൾഡ് ദാറ്റ് ദ കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് പറയുന്ന സാധനം. അതായത് നമ്മളുടെ വർക്കിൻ്റെ റിസൾട്ട് കാണുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ആണ്, മേ ബി അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം പീരീഡ് ആണ്. അത്രയും സമയം കൊണ്ട് നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ വർക്കിൻ്റെയും റിസൾട്ട് വരുന്നുണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ചെറിയ വർക്കാണോ നമ്മൾ ചെയ്തതെന്നുള്ള കാര്യം നോക്കില്ല. സം ഡേയ്സ് നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്തതിലുള്ള ബെറ്റർ ആയിട്ടുള്ള പോയിന്റുകൾ, ഈ ഹൈപ്പിൽ നിന്ന് ഈ പോയിന്റിൻ്റെ, ഹൈറ്റിൽ നിന്ന് ഈ പോയിന്റിൻ്റെ, ഹൈറ്റിൽ നിന്ന് ഈ ഒരു പോയിന്റിൻ്റെ, ഹൈറ്റിൽ നിന്ന് ഈ പോയിന്റ്, ഹൈറ്റിൽ നിന്ന് ഈ പോയിന്റ്, ഇങ്ങനത്തെ ഹൈറ്റുകൾ മാത്രമാണ് നമ്മളുടെ വർക്കിൻ്റെ റിസൾട്ടിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്തത് നമുക്ക് തോന്നുന്നുണ്ടാവും. ബട്ട് ദാറ്റ് ഈസ് വെരി വെരി റോങ്. നമ്മൾ ഏറ്റവും ലോയിൽ നിന്ന് ഈ പോയിന്റും, ഏറ്റവും താഴെ പോയ ഈ ഒരു പോയിന്റും, ഏറ്റവും താഴെ പോയിന്റും, നമ്മൾ ഈ ഡിപ്പിൽ പോയിക്കൊണ്ടിരുന്ന പോയിന്റും, ഈ പറയുന്ന എല്ലാ പോയിന്റ്സിൻ്റെയും കൂടി എഫക്റ്റ് ആയിട്ട് മാത്രമാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് കിട്ടുന്നുണ്ടാവുക. ഒരു സ്റ്റുഡൻറ്റ് നീറ്റ് എക്സാം പോലെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ ഗ്രാഫ്, ലൈഫിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും കടന്നു പോകുന്നുണ്ടാവുക? ഡെഫിനറ്റ്ലി ഈ പറഞ്ഞിരിക്കുന്നത് പോലെ തീർച്ചും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പാറ്റേണിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. ആൻഡ് നിങ്ങൾക്ക് കിട്ടുന്ന ഈ റിസൾട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഈ പറയുന്ന ഈ കോമ്പൗണ്ട് എഫക്റ്റിൻ്റെ ഭാഗമായിരിക്കും. സോ ജസ്റ്റ് റിമെമ്പർ ദിസ് തിങ്. സോ ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് ആക്ഷനാണ് ഓവർ മോട്ടിവേഷൻ. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ലൈക്ക് ദിസ് കോമ്പൗണ്ട് എഫക്റ്റ് എന്നുള്ളതാണ്. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി നിങ്ങൾ ഇതനുസരിച്ചിട്ട് മാത്രം തിരഞ്ഞെടുക്കണം. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എല്ലാ ദിവസവും ഒരേ പാറ്റേണിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ, അല്ലെങ്കിൽ ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും വാശി പിടിച്ച് നിൽക്കണ്ട. നിങ്ങളുടെ കാര്യത്തിൽ ഐഡൻറ്റിറ്റി ഷിഫ്റ്റിംഗ് എന്നുള്ളതാണ്. ലെറ്റ് മീ ഗിവ് യു എ വെരി ഗുഡ് ഐഡൻറ്റിറ്റി ഫോർ ദാറ്റ് തിങ്. നിങ്ങൾക്ക് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭയങ്കര ഐഡൻറ്റിറ്റി ഞാൻ തരാം. നിങ്ങൾ ഒരു കൺസിസ്റ്റൻറ്റ് പേഴ്സൺ എന്നുള്ളതിനേക്കാൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള നോക്കണം, യു ആർ എ കണ്ടിന്യൂസ് പേഴ്സൺ എന്നുള്ള രൂപത്തിലായിരിക്കണം. കണ്ടിന്യൂസ് ആണ് നിങ്ങളുടെ പ്രോസസ്സുകളൊക്കെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നിങ്ങൾ ഇതെന്ത് ചെയ്തുകൊണ്ടിരിക്കും? നിങ്ങളുടെ വർക്കുകളും സാധനങ്ങളൊക്കെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിലെത്തി എന്ന് വിചാരിക്കുക, നിങ്ങൾ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലെത്തി, അല്ലെങ്കിൽ ഇവിടെ ഡിപ്പ് വരുന്ന ഒരു പോയിന്റിലെത്തി, നല്ല ഡിപ്പ് വരുന്ന വേറൊരു പോയിന്റിലെത്തി, അടുത്ത ഡിപ്പ് വരുന്ന ഒരു പോയിന്റിലെത്തി. അപ്പോൾ ഈ ഡിപ്പിംഗ് പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഒരേ ഒരു തോട്ട് എന്താണെന്നറിയോ? കൺസിസ്റ്റൻ്റ് ആവണം എന്നല്ല. യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ഐ ഷുഡ് കണ്ടിന്യൂ ദിസ് തിങ്. ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ള രൂപത്തിൽ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, പരീക്ഷകൾ വരും, പരാജയങ്ങൾ വരും, നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് വരും. ആ സമയത്തൊക്കെ കണ്ടിന്യൂ ചെയ്യണം, തുടരണം എന്നുള്ളൊരു കാര്യം മാത്രം മനസ്സിലേക്ക് വെക്കുക. ആ ഒരു സമയത്ത് ഇഫ് യു ആർ കണ്ടിന്യൂയിങ്, നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ തുടർച്ചയായിട്ടും അത് നിങ്ങളുടെ കൺസിസ്റ്റൻസിയിലേക്ക് തന്നെ ബിൽഡ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ദാറ്റ് വിൽ ബി ആഡിങ് ടു നിങ്ങളുടെ കോമ്പൗണ്ടിങ് ആയിട്ട് നിങ്ങളുടെ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് വരുന്നുണ്ടാവും. ആ ഫൈനൽ റിസൾട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളെ പുഷ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ പറയുന്ന ഓരോ സിറ്റുവേഷനിലും കണ്ടിന്യൂ ചെയ്ത് പോയി എന്നുള്ള രൂപത്തിലേക്ക് തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. ആൻഡ് വെരി വെരി importantly, the final point I want to add here, don't be stressed about consistency. നിങ്ങളുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം തന്നെയാവരുത് ഏറ്റവും വലിയ സ്ട്രെസ്. ഐ ആം മീറ്റിംഗ് എ ലോട്ട് ഓഫ് പീപ്പിൾ എവറി ഇയർ. ഓരോ വർഷവും കാണുന്ന ഒരുപാട് ആളുകളിൽ മെജോറിറ്റിയും പറയുന്ന സാധനങ്ങൾ ഐ ലോസ്റ്റ് മൈ കൺസിസ്റ്റൻസി. ലോസിങ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനങ്ങൾ, ലോസ്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു ഫേസ് ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യമാണ്. അങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യാത്ത കാര്യമാണ്. ദർ ഇസ് നോ ലോസ് ഓഫ് കൺസിസ്റ്റൻസി. ഒരാൾക്ക് പോലും കൺസിസ്റ്റൻസി ലോസ് ആവില്ല. സംടൈംസ് നമ്മുടെ ലൈഫിൻ്റെ ഗ്രാഫ് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് യു ക്യാൻ സീ ദാറ്റ് തിങ്, ദിസ് ഗ്രാഫ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്.
നമ്മൾ ഇങ്ങനെ തുടങ്ങിയിരുന്നു, നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇത്രയും പണിയെടുത്തു, അന്നൊരു പനി വന്നു, നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റുന്നില്ല. ആൻഡ് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് വർക്ക് എടുക്കാൻ പറ്റാത്ത ഒരു ഗ്യാപ്പ് വരുന്നുണ്ടാവും. തൊട്ടടുത്ത ദിവസം നമ്മളിതാ ഇവിടെ നിന്നാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, തുടങ്ങി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും. സോ ദ പീപ്പിൾ വിൽ സ്പോട്ട് ദാറ്റ് ഞാൻ ദാ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഇത്ര സമയത്ത് ഞാൻ പണിയെടുത്തിട്ടില്ലല്ലോ, ഈ സമയത്ത് ഞാൻ ലോസ്റ്റ് അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടാവും. ശരിയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ഇത് 2 ദിവസമായിരിക്കും നമുക്ക് ഇതുപോലെ പണിയെടുക്കാൻ വേണ്ടി പറ്റാത്തത്. എന്തെങ്കിലും ഒരു ജെനുവിൻ റീസൺ ഉണ്ടാവും. ഹെൽത്ത് ആയിട്ടുള്ളതോ, ഉറക്കമായിട്ടുള്ളതോ, സൈക്കോളജിക്കലി ആയിട്ടുള്ളതോ. ഇനി പോട്ടെ, സിംപ്ലി നമുക്ക് മനുഷ്യന്മാർക്ക് വരാൻ വേണ്ടി പറ്റുന്ന പോലത്തെ മടി വന്നു എന്ന് വിചാരിക്കുക, ലേസിനെസ് വന്നു എന്ന് വിചാരിക്കുക, അവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റഡ് ആയെന്ന് വിചാരിക്കുക. That's normal. Why? Because I already told you, we are not robots. We are humans. മടി തോന്നുക 2 ദിവസം 3 ദിവസം ഒരാഴ്ച പണിയെടുക്കാൻ പറ്റാതിരിക്കുക, ദാറ്റ് ഈസ് എ വെരി വെരി നോർമൽ തിങ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക? വീണ്ടും ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു ദാറ്റ് തിങ്, ഇവിടെ നമ്മൾ തുടർന്ന് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. സപ്പോസ് ഞാനിങ്ങനെ ആലോചിക്കുകയാണെ, നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ ഒരു ലൈൻ ഇങ്ങനെ വരച്ച് പോകാമെന്ന് വിചാരിക്കുക. ഓവർ 1 ഇയർ, ഓവർ 2 ഇയർ, ഓവർ 10 ഇയേഴ്സ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പം ഈ 2 ദിവസം നമ്മൾ പണിയെടുക്കാതിരുന്നതോ, ഒരാഴ്ച നമ്മൾ പണിയെടുക്കാതിരുന്നതോ ഒന്നും നമ്മുടെ ലൈഫിൽ തെളിഞ്ഞ് കാണാവുന്ന രൂപത്തിലേക്കുള്ള ഒരു സംഗതിയേ ആവില്ല. നമുക്ക് വയ്യാണ്ടായ സമയത്ത് നമ്മൾ റെസ്റ്റ് എടുത്തു എന്നുള്ളത് ഒരു കാരണവശാലും നിങ്ങളുടെ കൺസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുന്ന കാര്യമല്ല. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു ലൈക്ക്, ഡോണ്ട് ബി സോ സ്ട്രെസ്ഡ് അബൌട്ട് യുവർ കൺസിസ്റ്റൻസി. നിങ്ങളുടെ കൺസിസ്റ്റൻസിനെ പറ്റിയിട്ട് ഭയങ്കര സ്ട്രെസ്ഡ് എടുക്കാൻ വേണ്ടി പാടില്ല. സോ ജസ്റ്റ് തിങ്ക് ലൈക്ക്, നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കാൻ തീരുമാനിക്കുന്നുണ്ടോ? വാട്ട് ഈസ് യുവർ ഗോൾ? ജസ്റ്റ് ടെൽ മീ ദാറ്റ്. നിങ്ങളുടെ ഗോളിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്? ടെൽ മീ ദാറ്റ്. Take that action right now, today. എത്ര പറ്റുമോ അത്ര എടുക്കുക. ആൻഡ് ടുമോറോ ഡൂ ദാറ്റ് ആക്ഷൻ. എത്ര പറ്റുമോ അത്ര എടുക്കുക. Next day also do that action. Next day also do that action. And how many days I want to tell you? I want to tell you it will be minimum. Start with a 20 days, 21 days plan. Then go to a 60 days plan. Make it 90, make it 120, and definitely you are going to achieve. And what is the graph will be looking like? The graph will be looking like this thing. So this is the first video for our habit series. ടെൽ മീ അബൌട്ട് ദിസ് വീഡിയോ സീരീസ്. ഇതെങ്ങനെയുണ്ട്, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നുണ്ടാവുക? ഇതുപോലെ നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹമുള്ള അടുത്ത ഹാബിറ്റുകൾ ഏതെല്ലാമാണ്, നമുക്ക് വി ക്യാൻ ബ്രേക്ക് ഡൗൺ ഈച്ച് വൺ ഓഫ് ദാറ്റ് ഫോർ യു. വി വിൽ മീറ്റ് യു അനദർ വീഡിയോ വിത്ത് ഹാബിറ്റ് സീരീസ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.